നിലവിൽ നിമിഷപ്രിയ കേസിനകത്ത് റഹീമിന്റെ കേസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമാണുള്ളത്. സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിന്റെ സ്റ്റേജിനകത്ത് ഈ പറയുന്ന നിമിഷയുടെ കേസ് 2017 നിമിഷ ഈ യമനിൽ ഒരു കുറ്റകൃത്യത്തിന്റെ ഭാഗമായി എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. പിന്നീട് അതിനുശേഷം വിചാരണ നടക്കുന്നു. വിചാരണ നടക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ യമനിലെ ഏറ്റവും അധികം ആഭ്യന്തര സംഘർഷം ഉണ്ടായിരുന്ന സമയമാണ്. അവിടുന്ന് ഇന്ത്യക്കാരെയൊക്കെ ഇവാക്യുവേറ്റ് ചെയ്തു. പിന്നെ അവിടെ മലയാളികളോ അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളാരും ഉണ്ടായിരുന്നില്ല. വളരെ അപൂർവമായിട്ടുള്ള ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിമിഷയുടെ അറസ്റ്റോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിചാരണ നടപടികളോ ഒന്നും പുറം ലോകം അറിഞ്ഞിരുന്നില്ല. അതേസമയം നിമിഷയ്ക്ക് അവിടെയുള്ള അറബിയാണ് അവിടുത്തെ ഔദ്യോഗിക ഭാഷ. അവിടുത്തെ വിചാരണയും കേസിന്റെ രേഖകളും എല്ലാം അറബിയിലായിരുന്നു. നിമിഷയ്ക്ക് ഈ ഭാഷാപരമായിട്ടുള്ള പരിമിതികൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം പ്രോപ്പറായിട്ടുള്ള ലീഗൽ ഡിഫൻസ് കിട്ടിയിരുന്നില്ല. അവിടെ നിമിഷയ്ക്ക് അഭിഭാഷകൻ ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മുടെ ഫ്രീ ലീഗൽ എയ്ഡ് പോലെ തന്നെ അവിടെ കോടതി പിന്നെ നിയോഗിച്ച ഒരു അഭിഭാഷകനാണ് നിമിഷയ്ക്ക് വേണ്ടി കേസ് ചെയ്തത്. പക്ഷെ പ്രോപ്പറായിട്ട് ഒരു ലീഗൽ ഡിഫൻസ് കിട്ടാത്തതിന്റെ ഭാഗമായി ഒരു നീതി നിഷേധം എന്ന് തന്നെ പറയാവുന്ന തരത്തിലേക്ക് പിന്നെ 2020 നിമിഷയുടെ വിധി വിചാരണ കോടതി പുറപ്പെടുവിക്കുന്നത്. നിമിഷയെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ടുള്ള വിധി. ഇതിനുശേഷം ഈ വിധി വരുന്ന സമയത്താണ് ഇത് പുറം ലോകം അറിയുന്നത്. ഇത് വാർത്തകളിലൂടെ മാധ്യമങ്ങളിലൂടെ വന്ന് പുറം ലോകം അറിയുന്നത്. തുടർന്ന് 2020 തന്നെ കേരളത്തിലെ ലോക കേരള സഭാംഗങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഒരു സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കുകയും തുടർന്ന് സർക്കാരിൽ നടത്തിയ നിരന്തരമായ സമ്മർദ്ദങ്ങളുടെ ഫലമായി പിന്നെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഇടപെടലിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ തന്നെ യമനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ജിബൂട്ടിയിലെ ഇന്ത്യൻ എംബസി വഴി അവിടെ ഒരു അഭിഭാഷകനെ നിയോഗിച്ചുകൊണ്ട് അപ്പീൽ സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് 2022 ഈ നിമിഷയുടെ അപ്പീൽ ഫസ്റ്റ് അപ്പലേറ്റ് കോടതി അവിടുത്തെ അപ്പീൽ കോടതി തള്ളുകയാണ് ഉണ്ടായത്. ആ അപ്പീൽ കോടതി നിമിഷയുടെ അപ്പീൽ തള്ളുന്ന സമയത്ത് തന്നെ അത് പോസിറ്റീവായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വിചാരണ കോടതി നിമിഷയ്ക്ക് വധശിക്ഷ വിധിക്കുന്ന സമയത്ത് ഈ പറയുന്ന ബ്ലഡ് മണി എന്ന് പറയുന്ന ദിയാദനം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നൽകിയിരുന്നില്ല. പക്ഷേ ഫസ്റ്റ് അപ്പലേറ്റ് കോടതി ഈ അപ്പീൽ കോടതി ഈ നിമിഷയ്ക്ക് ബ്ലഡ് മണി എന്ന് പറയുന്ന ഓപ്ഷൻ തുറന്നു കൊടുത്തു. ഈ ഇരയുടെ ദലാലിന്റെ ബന്ധുക്കൾ തയ്യാറാവുകയാണെങ്കിൽ ഈ ബ്ലഡ് മണി നൽകിക്കൊണ്ട് ജീവൻ രക്ഷിക്കാനുള്ള ഒരു ഓപ്ഷൻ നിമിഷയ്ക്ക് വേണ്ടി പിന്നെ ഫസ്റ്റ് അപ്പലേറ്റ് കോടതി തുറന്നു നൽകിയിട്ടുണ്ട്. തുടർന്ന് നമ്മൾ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ അവിടുത്തെ സുപ്രീം കോടതി മുമ്പാകെ അപ്പീൽ നൽകുകയും ആ അപ്പീൽ 2023 നവംബർ മാസത്തിൽ തള്ളുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ ഇപ്പോ ഈ ദിയാദനം അതല്ലെങ്കിൽ ബ്ലഡ് മണി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ബ്ലഡ് മണി നെഗോസിയേഷന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് തന്നെ ദലാലിന്റെ ബന്ധുക്കളെ നമ്മൾ ബന്ധപ്പെടാൻ വേണ്ടി പല മാർഗങ്ങളിലൂടെ ശ്രമിച്ചിരുന്നു. പക്ഷെ അപ്പോൾ കോടതി വിധി വരട്ടെ, അന്തിമമായ കോടതി വിധിക്ക് ശേഷം പ്രതികരിക്കാമെന്നുള്ള ഒരു സമീപനമാണ് അവരെടുത്തിരുന്നത്. ഇപ്പൊ അന്തിമമായ കോടതി വിധി വന്നതിന് ശേഷം നമ്മൾ ഗോത്ര തലവന്മാർ വഴി മറ്റു പല രീതിയിലും യമന്റെ സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. അവിടെ വീണ്ടും ഗോത്രങ്ങളും ഒക്കെയാണ് പല മേഖലകൾക്കകത്തും അധികാരം കൈയാളുന്നത്. അതുപോലെ ഈ ഇരയുടെ ബന്ധുക്കൾ ഉള്ള മേഖലക്കകത്തുള്ള ഗോത്ര തലവന്മാരെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ മേഖലകൾക്കകത്തുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലക്കകത്തുള്ള ആളുകൾ MA യൂസഫലിയെ പോലുള്ള ആളുകൾ കുര്യൻ ജോസഫിനെ പോലെയുള്ള ആളുകൾ അവരെല്ലാം അവരുടെ ബന്ധങ്ങൾ വഴി പിന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നിമിഷയുടെ മോചനത്തിനായിട്ടുള്ള ചർച്ചകൾക്ക് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഇത് ഈ ബ്ലഡ് മണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്തിമ തീരുമാനം ഈ ശരിയായ നിയമപ്രകാരം ബ്ലഡ് മണി സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് ഇരയുടെ കുടുംബത്തിന്റെ ഡിസ്ക്രിപ്ഷനാണ്, അവരുടെ വിവേചനാധികാരമാണ്. അപ്പൊ അത് ഇവർ ടേബിളിലേക്ക് വന്നാൽ ഈ ഒരു ചർച്ചയുടെ സമയത്ത് മാത്രമേ അവരത് സ്വീകരിക്കാൻ തയ്യാറാണോ എന്നുള്ള കാര്യം നമുക്ക് വെളിപ്പെടുകയുള്ളൂ. അതിനുശേഷം തയ്യാറാണെങ്കിൽ അതിന്റെ ക്വാണ്ടം ഓഫ് എമൗണ്ടും എത്രയാണ്, അത് ഒരു നോമിനൽ ആയിട്ടുള്ള 1 റിയാൽ വാങ്ങിയിട്ട് വേണമെങ്കിൽ ഇരയുടെ കുടുംബത്തിന് ഇത് ഈ പറയുന്ന മാപ്പ് നൽകാം. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ റഹീമിന്റെ കേസിൽ കണ്ട പോലെ വലിയൊരു എക്സോർബിറ്റന്റ് 34 കോടി പോലെ വലിയൊരു തുക അതും ഇരയുടെ കുടുംബത്തിന് ചോദിക്കാവുന്നതാണ്. അത് അവരുടെ വിവേചനാധികാരമാണ്. ഇതെല്ലാം നമുക്ക് അറിയണമെങ്കിൽ ഈ നെഗോസിയേഷൻ ടേബിളിലേക്ക് വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് 2016 തൊട്ട് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ യമനിലേക്ക് യാത്രാനുമതിയില്ല അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഭാഗമായി. അപ്പോ ഈ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി നമ്മൾ കേന്ദ്ര സർക്കാരിനോട് നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ സമീപനം നമ്മുടെ ആവശ്യം തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് നമ്മൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയും ചർച്ചകൾക്കായി പോകാൻ വേണ്ടി അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. നിമിഷയുടെ അമ്മയും മോളും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികൾക്കും പോകാനുള്ള അനുമതി തരണമെന്നാണ് പറഞ്ഞത്. അതിൽ കോടതി ആദ്യം കേന്ദ്ര സർക്കാരിനോട് അനുമതി നൽകാൻ വേണ്ടി പറഞ്ഞു. പിന്നീട് തുടർന്ന് കോടതി നിർദ്ദേശത്തെ തുടർന്നും അവർ അനുമതി നൽകിയില്ല. തുടർന്ന് രണ്ടാമതും നമ്മൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. നമ്മുടെ ഹർജിയെ വളരെ ഗൗരവത്തോടു കൂടി വളരെ സീരിയസ് ആയി തന്നെ അവർ കേന്ദ്ര സർക്കാർ ഒപ്പോസ് ചെയ്യാനുണ്ടായത്.
എന്നിട്ടും കേന്ദ്ര സർക്കാരിന്റെ എതിർപ്പുകളെ മറികടന്ന് നിമിഷയുടെ അമ്മയ്ക്ക് പോകാനുള്ള അനുമതിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. എന്തായാലും ആ അനുമതിക്ക് ശേഷമുള്ള വിസ പ്രോസസ്സിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ വെച്ച് നിമിഷയുടെ അമ്മ പ്രേമകുമാരിയെ യമനിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യമനി കുടുംബവുമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നേരിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മളെ സഹായിക്കുന്ന പല ആളുകൾ, വിവിധ മേഖലകളിലുള്ള ആളുകൾ നമ്മളെ സഹായിക്കുന്നവരുണ്ട്. നമ്മളോട് അനുഭവപൂർണ്ണമായിട്ടുള്ള സമീപനം എടുക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിലെ യമൻ കമ്മ്യൂണിറ്റി ലീഡേഴ്സ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികൾ, ജനറൽ കൺവീനർ എന്ന് പറയുന്നത് UK നിന്നുള്ള ലോക കേരള സഭ അംഗമാണ്. ചെയർമാൻ എന്ന് പറയുന്നത് PM ജാബിർ എന്ന് പറയുന്ന നിലവിൽ പ്രവാസി കൗൺസിലിലെ അംഗമാണ്. അങ്ങനെയുള്ള സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകളാണ്. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച യൂസഫ് അലിയെ പോലെയുള്ള MA യൂസഫ് അലി പോലെയുള്ള ആളുകൾ, ജസ്റ്റിസ് കുര്യൻ ജോസഫിനെ പോലെയുള്ള ആളുകൾ, ഇവരൊക്കെ അവരുടെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പല സോഴ്സുകളിലൂടെ ഈ കുടുംബവുമായി ബന്ധപ്പെടാനും ഗോത്രവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്താനും വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ദൗർഭാഗ്യവശാൽ പങ്കുവയ്ക്ക് ഷെയർ ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഈ പറയുന്ന ഇത്തരത്തിലുള്ള വളരെ സെൻസിറ്റീവായ കേസായിരുന്നു. പക്ഷെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ എന്തിനേയും ഏതിനേയും സാമുദായികമായി അല്ലെങ്കിൽ ഈ പറയുന്നത് വർഗീയമായി കാണുക, അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ള തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള വളരെ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ റഹീമിന് വേണ്ടി കേരളം നിലകൊണ്ടത് റഹീമിന്റെ ഒരു സമുദായത്തെയോ അല്ലെങ്കിൽ അയാളുടെ മതത്തെയോ അടിസ്ഥാനമാക്കിയാണെന്നും നിമിഷയുടെ കേസിനകത്ത് അങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെ തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് തീർത്തും ഈ കേസിനെ സംബന്ധിച്ചിട്ടോ അതല്ലെങ്കിൽ ഇതിന്റെ ചരിത്രത്തെ സംബന്ധിച്ചിട്ടോ എന്താണ് നടക്കുന്നത് എന്ന് അറിയാത്ത ആളുകളാണ്. ഒരു ക്യാമറയും മൈക്കും ഉണ്ടെങ്കിൽ ഇരുന്ന് എന്തും തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വിളിച്ചു പറയാം. സത്യത്തിൽ ഇവര് നിമിഷയെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് ഇത്തരം ആളുകൾ ചെയ്യുന്നത് മുഴുവൻ നിമിഷയെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. കാരണം ഈ വർഗീയമായിട്ടുള്ള വിഭജനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിൽ സഹായിക്കാൻ തയ്യാറായിട്ടുള്ള വളരെ സന്നദ്ധ മനസ്സോടുകൂടി വരുന്ന ആളുകളെ വിഭജിച്ചുകൊണ്ട് വിഘടിപ്പിച്ചുകൊണ്ട് അവരെ ഇടയിലേക്ക് ഈ വർഗീയ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ആ ഒരു ഒരുമയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, നിമിഷയുടെ കേസിനകത്ത് ഒരു എമൗണ്ടിനെ സംബന്ധിച്ച് ഇപ്പോൾ ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറാണെന്ന കുടുംബം പറഞ്ഞിട്ടില്ല. ആ ടേബിളിലേക്ക് പോകുന്നേ ഉള്ളൂ, നമ്മൾ നെഗോസിയേഷൻ ടേബിളിലേക്ക് പോകുന്നേ ഉള്ളൂ. അങ്ങനെ അവർ തയ്യാറാണെന്ന് പറഞ്ഞാലാണ് അതിന്റെ ക്വാണ്ടം ഓഫ് എമൗണ്ട് എത്രയാണ് ബ്ലഡ് മണി എന്നുള്ളത് ആ കുടുംബം തീരുമാനിക്കേണ്ടത്. അതൊക്കെ തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് അത് കേരളീയ സമൂഹത്തോട് പറഞ്ഞ് ആ എമൗണ്ട് നമുക്ക് കളക്ട് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് എത്രയായാലും, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നോമിനൽ എമൗണ്ട് ആയാലും ഒരു എക്സോർബിറ്റന്റ് എമൗണ്ട് ആണെങ്കിലും എത്ര തുകയായാലും. അപ്പൊ നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു അനുഭവം നമുക്കുണ്ടായത് റഹീമിന്റെയാണ്. ഇനിയിപ്പോ അത് റഹീമിന്റെ തുകയേക്കാൾ മുകളിലുള്ള തുകയാണെങ്കിലും അത് കൊടുക്കാൻ വേണ്ടി, അത് സമാഹരിക്കാൻ വേണ്ടി ശേഷിയുള്ള സമൂഹമാണ് കേരളീയ സമൂഹം എന്ന നല്ല ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇതിനകത്ത് നിൽക്കുന്ന ആളുകൾ ജാതിയും മതവും ഒന്നും നോക്കിയിട്ടില്ല. ഒരു ഭാഗത്ത് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി MA യൂസഫ് അലി സാറിനെ പോലുള്ള ആളുകൾ വരുമ്പോൾ ഇപ്പുറത്ത് കുര്യൻ ജോസഫിനെ പോലുള്ള ആളുകളുണ്ട്. ജയചന്ദ്രൻ എന്ന് പറയുന്ന ആളാണ് ഞങ്ങളുടെ കൺവീനർ. PM ജാബിർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഞങ്ങളുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ. ഇത്തരത്തിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള വളരെ സമൂഹത്തിനകത്ത് ബഹുമാനം അർഹിക്കുന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണ് ഇതിൽ നേതൃത്വം നൽകുന്നത്. അപ്പൊ ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇത് സമാഹരിച്ച് നിമിഷയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും എന്നുള്ള നല്ല ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. പക്ഷെ അതിന് ആവശ്യമായ സമയത്താണ്, ആ കുടുംബം അത് ആവശ്യപ്പെടുന്ന സമയത്താണ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന പ്രചരണങ്ങൾ മുഴുവൻ ഇത്തരത്തിലുള്ള വളരെ കള്ളപ്രചരണമാണ്. അത് സമൂഹത്തെ വിഘടിപ്പിക്കാൻ വേണ്ടിയും വിഭജിക്കാൻ വേണ്ടിയുമുള്ളതാണ്. അതൊരു തരത്തിലും നിമിഷയെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് ഇതുപോലെയുള്ള ഏത് പ്രവാസികളുടെയും, ഇതുപോലെ സമാന സ്ഥിതിയുള്ള ഏത് പ്രവാസികളുടെയും സഹായിക്കാൻ വേണ്ടിയല്ല, അവരെ ദ്രോഹിക്കാൻ വേണ്ടിയുള്ള സമീപനം മാത്രമാണ്. തീർച്ചയായിട്ടും നിമിഷ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾ സംസാരിക്കാറുണ്ട്. നിമിഷയ്ക്ക് ജയിലിൽ നിന്ന് വിളിക്കാനുള്ള അല്ലെങ്കിൽ മെസ്സേജുകൾ അയക്കാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഒരു 3 ദിവസം മുമ്പും നിമിഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അതിന്റെ അപ്ഡേറ്റ്സ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. നിമിഷയുടെ ജയിലിലെ സുഖവിവരങ്ങൾ നമ്മൾ അന്വേഷിക്കാറുണ്ട്. ചില സമയത്ത് നിമിഷയ്ക്ക് അവിടെ ജയിലിൽ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ വരും. അപ്പോൾ ആ ആവശ്യങ്ങൾ നമ്മൾ നിവർത്തിച്ചു കൊടുക്കാറുണ്ട്, ജയിലിലേക്ക് പണം അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ നിമിഷയുമായി നിരന്തരമായിട്ടുള്ള ഒരു കോൺടാക്റ്റിൽ സേവ് നിമിഷ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലുണ്ട്. നിമിഷയുടെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുകയും നിമിഷയ്ക്ക് ആവശ്യമായ പൂർണ്ണമായ പിന്തുണ, മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള എല്ലാ പിന്തുണകളും നമ്മൾ നൽകുന്നുണ്ട്. അതോടൊപ്പം നിയമപരമായ പിന്തുണകൾ നേരത്തെ നൽകിയിരുന്നു. ഇനിയിപ്പോൾ ഈ ചർച്ചകളുടെ ഭാഗമായി കൊണ്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകേണ്ടത്. അക്കാര്യങ്ങൾ ഞങ്ങൾ നിമിഷയെ അറിയിക്കാറുണ്ട്. ജയിലിൽ നിന്നുള്ള വിവരങ്ങൾ തിരിച്ചും നിമിഷ ഞങ്ങളെ അറിയിക്കാറുണ്ട്. കുടുംബത്തെയും നിരന്തരമായി നിമിഷയുടെ അമ്മ
പിന്നെ പ്രേമകുമാരി, മകൾ മിഷേൽ, ഭർത്താവ് ടോമി തുടങ്ങിയവരോടൊക്കെ നമ്മൾ സ്ഥിരമായുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എല്ലാവരുമായി നമ്മൾ വളരെ പിന്നെ നല്ല ബന്ധവും എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തും. ഈ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2020 ഒക്ടോബർ മാസത്തിലാണ്. അന്ന് നിമിഷയുടെ വധശിക്ഷയുടെ വിവരം പുറത്തു വരുന്ന സമയത്ത് ഇതിന്റെ പിന്നെ പ്രധാനപ്പെട്ട ഭാരവാഹികളായി നെന്മാറ MLA ശ്രീ ബാബു ഉണ്ട്. അതോടൊപ്പം തന്നെ അന്ന് പിന്നെ MP ആയിരുന്ന MP രാജേഷും അതോടൊപ്പം തന്നെ പിന്നീട് സ്പീക്കറായും പ്രവർത്തിക്കും ഇപ്പൊ മന്ത്രിയായിട്ടുള്ള MP രാജേഷ് ഉണ്ട്. രമ്യ ഹരിദാസിനെ പോലെയുള്ള ആളുകളുണ്ട്. അങ്ങനെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗമായിട്ടുള്ള ജനപ്രതിനിധികളെല്ലാം ഈ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹിത്വത്തിലുണ്ട്. ഇവരെ നമ്മളെല്ലാം ചേർന്നുകൊണ്ട് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ആ ബാങ്ക് അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ ഇതിന്റെ ഭാഗമായി ഷെയർ ചെയ്യാവും. അപ്പോൾ നിമിഷയുടെ ഒരു മോചനത്തിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന സമയത്ത് ഒരു മോചനദ്രവ്യം ആവശ്യമായി വരുന്ന സമയത്ത് കേരളീയ സമൂഹം ഈ റഹീമിനെ സഹായിച്ചതുപോലെ തന്നെ വളരെ ജാഗ്രതയോടുകൂടി, വളരെ നിസ്വാർത്ഥമായി, വളരെ നല്ല രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിമിഷയുടെ മോചനത്തിന് ആവശ്യമായിട്ടുള്ള പണം സ്വരൂപിക്കുന്ന ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ ഒറ്റക്കെട്ടായി ഏറ്റെടുക്കണമെന്നുള്ള അഭ്യർത്ഥനയാണുള്ളത്. അതിനുവേണ്ടി ഞങ്ങൾ നേരത്തെ തന്നെ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ പേരിൽ 3 പേരുടെ ഇതിന്റെ അക്കൗണ്ടിന്റെ MLA ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് പാലക്കാട് ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഇതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാം. അപ്പോൾ അത്തരമൊരു സാഹചര്യം വരുന്ന സമയത്ത് നിമിഷയുടെ കുടുംബത്തെ പിന്തുണയ്ക്കുന്ന തരത്തിൽ നിമിഷയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഹീമായാലും നിമിഷയായാലും രാമനായാലും ഒരു മലയാളി, ഒരു കേരളീയൻ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിൽപ്പെടുന്ന സമയത്ത് ഒരു ആവശ്യം അയാൾക്ക് ഉണ്ടാകുന്ന സമയത്ത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സമൂഹം എങ്ങനെയാണോ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവരെ സഹായിച്ചത്, അത്തരത്തിലുള്ള സഹായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ഇത്തരത്തിലുള്ള വർഗീയമായിട്ടുള്ള, മതപരമായും ജാതീയമായും ഒക്കെ വേർതിരിക്കാനുള്ള ശ്രമങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഏകോദര സഹോദരന്മാരെ പോലെ നമുക്ക് സമൂഹത്തിന്റെ ആവശ്യങ്ങൾ, നമ്മുടെ മലയാളിയുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയാണുള്ളത്. അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാ തരത്തിലുള്ള പിന്തുണയും, മാനസികമായും സാമ്പത്തികമായുമുള്ള പിന്തുണകൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന്